നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 10 ചൊവ്വാഴ്ചയാണ്. മകരം 27. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കും. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായി നടത്തിയ ചർച്ച വിജയം കണ്ടെന്ന് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിൽ അറിയിച്ചു. ബംഗ്ലാദേശിൽ ലോകകപ്പിന് ഏർപ്പെടുത്തിയിരുന്ന പ്രദർശന വിലക്കും നീങ്ങും. അനിൽ വാസുദേവ് ഉണ്ട് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, അങ്ങനെ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ അത് തീരുമാനമായിരിക്കുന്നു. ആരാധകർ കാത്തിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം 15-ന്, അതായത് ഞായറാഴ്ച കൊളംബോയിൽ നടക്കും എന്നുള്ളത് തന്നെയാണ്. ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന വലിയ തീരുമാനത്തിലേക്ക് എത്തിയത്. അവരുടെ സർക്കാർ നേരിട്ടാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതിൽ ICC പലകുറി ചർച്ചകൾ നടത്തി, പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. ഇതോടുകൂടി കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ICCയുടെ 2 പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തുകയും അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനും ഒപ്പം തന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായൊക്കെ തന്നെ ഒരു ത്രികക്ഷി കരാർ എന്ന തരത്തിൽ ഒരു ത്രികക്ഷി മീറ്റിംഗ് ഒക്കെ തന്നെ നടത്തിയതിനു ശേഷം അതിൽ പാകിസ്ഥാൻ പല ഡിമാൻഡുകൾ വെക്കുകയും പക്ഷെ അതൊന്നും തന്നെ പലതും അംഗീകരിക്കപ്പെട്ടില്ല. പക്ഷേ ഒടുവിൽ ഈ ചർച്ചയിൽ ബംഗ്ലാദേശിനോട് കൂടുതൽ നടപടികൾ ഉണ്ടാവില്ല, ബംഗ്ലാദേശിനെതിരെ സാങ്ഷൻസോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പിഴ ചുമത്തുകയോ അല്ലെങ്കിൽ പ്രതികാര നടപടികൾ ഉണ്ടാവില്ല എന്ന തരത്തിലൊക്കെ തന്നെ തീരുമാനങ്ങൾ എത്തിയതോടുകൂടിയാണ് ഒടുവിൽ പാകിസ്ഥാൻ വഴങ്ങിയത്. സത്യത്തിൽ പാകിസ്ഥാന് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷേ ഇന്ത്യയെ അല്ലെങ്കിൽ BCCയെ പ്രകോപിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ബംഗ്ലാദേശിനെതിരായി നടപടി അവർ കണ്ടത്. പക്ഷേ അതിലൊടുവിൽ തിരിച്ചടി ഏറ്റുവാങ്ങി ഒരുപക്ഷെ പാകിസ്ഥാൻ ബഹിഷ്കരിക്കുകയാണെങ്കിൽ പാകിസ്ഥാന് മേൽ കനത്ത പിഴ ചുമത്തേണ്ടി വരും, നിയമ നടപടികൾ നേരിടേണ്ടി വരും. അത്തരം മുന്നറിയിപ്പുകൾ കൂടി ICC നൽകിയിരുന്നു. ഒടുവിൽ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അന്തിമ തീരുമാനം പ്രഖ്യാപിച്ച് ICC വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അങ്ങനെ ആരാധകർ കാത്തിരുന്ന ആവേശ പോരാട്ടം കൊളംബോയിൽ ഞായറാഴ്ച നടക്കും. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിൽ സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം നൽകിയത്. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, വിവരങ്ങൾ എന്തൊക്കെയാണ്? രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കിടെ വലിയ വിവാദമായ സംഭവമായിരുന്നു ഈ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാരോപണം. അതിൽ പ്രധാനമായും ചലച്ചിത്ര പ്രവർത്തകയെ ഹോട്ടൽ മുറിയിൽ വെച്ച് കയറി പിടിച്ചു ലൈംഗിക അതിക്രമം കാട്ടി എന്നുള്ളതായിരുന്നു PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി എന്ന് പറയുന്നതും. അതിലാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ കുരുക്ക് PT കുഞ്ഞുമുഹമ്മദിന് മുറുകുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ലൈംഗിക അതിക്രമം അടക്കമുള്ള സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള കുറ്റങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. അതിൽ PT കുഞ്ഞുമുഹമ്മദിന്റെ ഒരു വാദം അല്ലെങ്കിൽ വിശദീകരണം എന്ന് പറയുന്നത് ഇത് വ്യാജ ആരോപണം അല്ലെങ്കിൽ വ്യാജ പരാതി എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ചലച്ചിത്ര പ്രവർത്തകരടക്കം 6 പേരെയാണ് സാക്ഷികളാക്കിയിട്ടുള്ളത്. ഈ യുവതി ലൈംഗികാതിക്രമം നേരിട്ട ചലച്ചിത്ര പ്രവർത്തക ഈ കാര്യം പോയി പറഞ്ഞ 6 ചലച്ചിത്ര പ്രവർത്തകരെയാണ് സാക്ഷികളാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സംഭവം നടന്ന നഗരത്തിലെ തന്നെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ കൂടി നിർണായകമായിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ PT കുഞ്ഞുമുഹമ്മദിനെതിരായുള്ള ഒരു കുറ്റപത്രം തന്നെയാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഇപ്പോൾ പോലീസ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളിയും, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയും, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷും, ഒപ്പം ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും വിവരങ്ങൾ നൽകും. നമ്മൾ ആദ്യം കൊച്ചിയിലേക്കാണ് പോകുന്നത്. ആൻമരിയ സണ്ണി ചേരുന്നുണ്ട്. ആൻമരിയ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ? ആൻമരിയ. മോർണിംഗ്. ഇന്ന് പ്രധാനമായിട്ടും ഹൈക്കോടതി നിലനിൽക്കുന്ന 2 കേസുകളും അതോടൊപ്പം തന്നെ ജോസ് കെ മാണി MP നയിക്കുന്ന മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ അതിന്ന് ഇടുക്കി ജില്ലയിൽ പര്യടനം അവസാനിപ്പിച്ച് എറണാകുളം ജില്ലയിലേക്ക് കടക്കും. ഈ 3 പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് മധ്യകേരളത്തെ സംബന്ധിച്ച് നിലവിലുള്ളത്. അതിൽ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കാലം പറഞ്ഞ കഥ
എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയാണ് ആദ്യഘട്ടത്തിലുള്ളത്. ഈ ഹർജി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിഗണനയിൽ വന്നിട്ടുണ്ടായിരുന്നു. 6-ാം തീയതിയാണ് കാലം പറഞ്ഞ കഥ അതിന്റെ സിനിമ റിലീസ് ചെയ്യാനിരിക്കുന്നത്. ഈ റിലീസ് ചെയ്യാനിരിക്കെയാണ് ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട് റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയിലേക്ക് വരുന്നത്. ഈ തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതകവുമായി ഈ ചിത്രത്തിന് ബന്ധമുണ്ട്, അതുകൊണ്ട് അതിന്റെ റിലീസ് തടയണമെന്ന് കാണിച്ചുകൊണ്ട് അതിൽ പ്രതിയായിട്ടുള്ള അഫാന്റെ പിതാവാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. റിലീസ് തടയണം, ഇതിന്റെ വിചാരണ കാലം ആരംഭിക്കാനിരിക്കുകയാണ്. ഈ വിചാരണ ആരംഭിക്കാനിരിക്കെ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വിചാരണയെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അഫാന്റെ പിതാവ് ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ചിത്രത്തിന് ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ല എന്ന് ഈ അണിയറ പ്രവർത്തകർ ഈ ഹർജിയിൽ പറയുന്നുമുണ്ട്. ഇതിനോടനുബന്ധിച്ച് നിയമവിദഗ്ധർ അടങ്ങിയിട്ടുള്ള സെൻസർ ബോർഡ് അംഗങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കോടതിയിൽ ഇന്ന് സമർപ്പിക്കും. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും സിനിമ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് കോടതി കടക്കുക. എന്തായാലും കാലം പറഞ്ഞ കഥ എന്ന സിനിമയ്ക്ക് ഇന്ന് നിർണായകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ED അറസ്റ്റ് ചെയ്തിട്ടുള്ള അനീഷ് ബാബുവിന്റെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. PMLA കോടതി ഈ ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് അനീഷ് ബാബു ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ കേസും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. അതുകൊണ്ട് തന്നെ അനീഷ് ബാബുവിന് ഇന്ന് നിർണായകമാണ്. കള്ളപ്പണം വെളുപ്പിക്കലാണ് തുടങ്ങിയ വകുപ്പുകളാണ് ED ചുമത്തിയിട്ടുള്ളത്. അത് കശുവണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന വ്യാജേന കോടിക്കണക്കിന് രൂപകളുടെ തട്ടിപ്പ് നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ED കേസെടുക്കുകയും അതോടൊപ്പം തന്നെ തുടർ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുകയും അനീഷ് ബാബുവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. തുടർന്ന് അനീഷ് ബാബു ഈ PMLA കോടതിയെ സമീപിച്ചു. അത് തള്ളിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കേസ് അത് ജോസ് കെ മാണി MP നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ എറണാകുളം ജില്ലയിലേക്ക് വൈകുന്നേരത്തോടുകൂടി പ്രവേശിപ്പിക്കും. ഇടുക്കി ജില്ലയിലെ പര്യടനം തുടരുകയാണ്. തൊടുപുഴയിലാണ് അവസാനം, പൈങ്ങോട്ടൂരാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. തുടർന്ന് 3 ദിവസത്തെ ജാഥ അത് എറണാകുളം ജില്ലയിൽ ആരംഭിക്കുകയും ചെയ്യും. ഉന്മേഷ്. ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്തേക്കാണ് മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ തലസ്ഥാനത്ത് നിന്ന് മേഘന? ഗുഡ് മോർണിംഗ്. ഇപ്പോഴും ചുരുളഴിയാതെ നിൽക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. അതിൽ 3 പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് തലസ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ കോടതിയിൽ നിന്നും അടക്കം ലഭിക്കാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2017 ശബരിമലയിലെ സ്വർണ്ണക്കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം. അതിൽ ഇന്നലെ തന്നെ ഹൈക്കോടതി ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അതിൽ കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകും. അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്ന് നിയോഗിക്കും. കൂടാതെ എത്രയും പെട്ടെന്ന് 30 ദിവസത്തിനുള്ളിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി ഇതിലൊരു ക്രമക്കേടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കും. അതിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക രേഖകൾ, ഈ ഒരു കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി സംഭാവന നൽകിയവരുടെ മൊഴികൾ എന്നിവ രേഖപ്പെടുത്താനാണ് നീക്കം. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഘത്തെ രൂപീകരിക്കുക, അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നുണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള, അത് ദ്വാരപാലക കട്ടിളപ്പാളി കേസിൽ ഈ SIT നീക്കവും സുപ്രധാനമാണ്. അതിൽ 2 ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, അത് PSSCയിലെ റിപ്പോർട്ട് പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നു. അതിനുശേഷം ഇന്നലെ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ കേരളത്തിന് പുറത്തേക്ക് ഈ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഈ ഒരു ഫലം എപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിനായി നീങ്ങണമെന്നുള്ള കാര്യത്തിലും ഇന്ന് SITയുടെ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. ഈ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം. അല്ലെങ്കിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത് മൂലം സ്വാഭാവിക ജാമ്യം ലഭിച്ച പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള കാര്യം കൂടി വലിയ വിമർശന വിധേയമാവുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷന്റെ വാദം നടക്കുകയാണ്. ആ വാദം ഇന്നും തുടരും. അതിൽ പ്രധാനപ്പെട്ട കാര്യം കട്ടിളപ്പാളി കേസിലും അതുപോലെ തന്നെ ദ്വാരപാലക കേസിലും ഒന്നിച്ചാണ് വാദം കേൾക്കുക. അതുപോലെ തന്നെ N വാസുവിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണിയൻപിള്ള രാജുവിന്റെ വാഹനാപകട കേസിൽ അതിൽ രാസപരിശോധനാ ഫലവും ഇന്ന് പുറത്തു വരാനിരിക്കുകയാണ്. അത് മണിയൻപിള്ള രാജുവിന് നിർണായകമാകും. മദ്യപിച്ചോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതിനുശേഷമായിരിക്കും പോലീസ് ഒരു റിപ്പോർട്ട് നൽകുക. അതിൽ നേരത്തെ തന്നെ മ്യൂസിയം പോലീസിനെ ഒരു ക്ലീൻ ചീറ്റ് നൽകിയായിരുന്നു അന്വേഷണ സംഘം ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കലോത്സവം സ്പോർട്സ് മീറ്റ് ഫണ്ടുകൾ അനുവദിക്കാത്തതിനെതിരെ കേരള സർവകലാശാലയിൽ SFI പ്രതിഷേധം. ഇന്നലെ തുടങ്ങിയ രാപകൽ സമരം തുടരുന്നു. ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കലോത്സവ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നാണ് പരാതി. എന്നാൽ ഇപ്പോഴത്തെ വിദ്യാർത്ഥി യൂണിയൻ ഒരു കലോത്സവം നടത്തിയിട്ടുണ്ടെന്നും അടുത്ത യൂണിയന് മാത്രമേ ഇനി ഫണ്ട് അനുവദിക്കൂ എന്ന നിലപാടിലുമാണ് വൈസ് ചാൻസലർ. CPI സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ഇന്നും കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം, ഇരവിപുരം എന്നിവിടങ്ങളിലൂടെയാണ് ജാഥ ഇന്ന് കടന്നുപോവുക. ഈ മാസം 3-ന് ചേലക്കരയിൽ നിന്ന് ആരംഭിച്ച ജാഥ 15-ന് തിരുവനന്തപുരത്ത് സമാപിക്കും.
ഇനി കോഴിക്കോട്ടേക്കാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് നോക്കാം. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ വടക്കൻ കേരളത്തിൽ? നിഖിൽ. ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. പ്രധാനമായും രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യാത്രകൾ മലബാർ ജില്ലകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെയും എം വി ഗോവിന്ദൻ മാസ്റ്ററുടെയും വി ഡി സതീശിൻ്റെയും യാത്രകളിൽ നിന്ന് നിരവധി രാഷ്ട്രീയ പ്രതികരണങ്ങൾ അടക്കം ഉരുത്തിരിഞ്ഞു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. രാവിലെ 10-ന് മാനന്തവാടിയിൽ എത്തുന്ന യാത്ര 3 മണിക്ക് ബത്തേരിയിലും 4 മണിക്ക് കൽപ്പറ്റയിലും എത്തും. ജനങ്ങളുമായും വിവിധ സംഘടനാ പ്രതിനിധികളുമായും പ്രതിപക്ഷ നേതാവ് ആശയവിനിമയം നടത്തും. വയനാട്ടിലെ ഈ യാത്ര എത്തുമ്പോൾ സമീപകാലത്തെ UDFന്റെ അസോസിയേറ്റ് മെമ്പറായ JRP ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ അവർ സ്വതന്ത്രരായി മത്സരിക്കും എന്നുള്ള നിലപാടും പാർട്ടി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ മാനന്തവാടി സീറ്റിൽ ഒരുപക്ഷെ CK ജാനുവിനെ പരിഗണിച്ചേക്കുമെന്നുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത്. അവർക്ക് ആ സീറ്റിലാണ് കണ്ണുള്ളതും. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ JRPക്ക് പുതുതായി കടന്നു വന്ന ഒരു വളരെ ചെറിയൊരു പാർട്ടിക്ക് ഒരു അക്കോമഡേഷൻ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് UDFന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ അവർ ഹൈക്കമാൻഡിനെ അടക്കം ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വി ഡി സതീശൻ വയനാട്ടിലെത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളടക്കം ഉണ്ടാകുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ, വികസന മുന്നേറ്റ ജാഥ മലപ്പുറം ജില്ലയിലേക്ക് അവരുടെ പര്യടനം പ്രവേശിക്കുകയാണ്. രാവിലെ 10 മണിക്ക് കൊണ്ടോട്ടിൽ നിന്ന് ജാഥ തുടങ്ങും. ഏറനാട്, നിലമ്പൂർ മണ്ഡലങ്ങളിൽ പര്യടനത്തിന് ശേഷം 5-ന് വണ്ടൂരിലാണ് ഇന്ന് യാത്ര സമാപിക്കുക. നാളെ 10-ന് മഞ്ചേരിയിൽ നിന്ന് തുടങ്ങി മങ്കട, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലൂടെ ഈ യാത്ര സഞ്ചരിക്കും. പൊതുപണിമുടക്കായതിനാൽ 12-ന് യാത്രയുണ്ടാകില്ല. പിന്നീട് പാലക്കാട് ജില്ലയിലേക്ക് 13-ന് കൂടി പര്യടനം നടത്തിയ ശേഷം 14-ന് ജില്ലയിലെ അവസാന കേന്ദ്രമായ തവനൂരിൽ സ്വീകരണം നൽകും. അതിനുശേഷം പാലക്കാട് ജില്ലയിലേക്ക് യാത്ര പ്രവേശിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ഇന്ന് മലബാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നേരത്തെ ബസ്സിൽ ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് കാണിച്ചുകൊണ്ട് പരാതി നൽകിയ ഷിംജിത മുസ്തഫയുടെ ജാമ്യ അപേക്ഷയിൽ ഒരുപക്ഷെ ഇന്ന് കോഴിക്കോട് ജില്ലാ കോടതി വിധി പറയാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഈ കേസ് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരുന്നു. എന്നാൽ ജഡ്ജി എത്താത്തതിനാൽ ഈ കേസ് ഇന്നേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഇന്ന് ഒരു പക്ഷേ ഈ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടായേക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദിവസങ്ങളോളമായി ഈ പ്രതി ജയിലിൽ തന്നെ തുടരുകയാണ്. നേരത്തെ കുന്നമംഗലം കോടതി അവർക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു. ഒരു പക്ഷേ പ്രതി പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടായിരുന്നു ഈ ജാമ്യാപേക്ഷ നിരസിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്ന് ഈ ജാമ്യാപേക്ഷയിൽ നിർണായക വിധി ഉണ്ടായേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. യുവതിയുടെ സുഹൃത്തുക്കളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ചിന്നു പാപ്പു താമസിച്ചിരുന്ന കാസർഗോഡ് ചൌക്കിയിലെ വാടക വീട്ടിലെത്തിയവരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരണവിവരം ആദ്യം അറിയിച്ച സുഹൃത്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇനിയും ഡൽഹിയിലേക്കാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ ബൽറാം രാജ്യ തലസ്ഥാനത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. രാജ്യതലസ്ഥാനത്ത് നിന്നും ഇന്ന് ഒട്ടേറെ സുപ്രധാനമായ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ്. സുപ്രീം കോടതി ഇന്ന് ഈ ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിലെ പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഈ സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം കവർന്നു എന്ന കേസിലാണ് ഗോവർദ്ധനെ SIT അറസ്റ്റ് ചെയ്തത്. ഇതടക്കമുള്ള 2 കേസുകളിലും ജാമ്യം തേടിക്കൊണ്ടാണ് ഗോവർദ്ധൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. താൻ ഒരു അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നുമാണ് ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ദിബാങ്കർ ദത്തു അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പാർലമെന്റ് കഴിഞ്ഞ ഈ ബജറ്റ് സമ്മേളനത്തിലെ കഴിഞ്ഞയാഴ്ച പൂർണ്ണമായും തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പ്രക്ഷുബ്ധമായിരുന്നു. ഇന്നലെയും സമാനമായ രംഗങ്ങൾ തന്നെയാണ് ലോക്സഭയിൽ ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകാത്തതിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ലോക്സഭ തടസ്സപ്പെട്ടത്. എന്നാൽ ഇന്നലെ വൈകിട്ട് സ്പീക്കർ ഓം ബിർളയുമായി പ്രതിപക്ഷ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം പ്രതികരിച്ച രാഹുൽ ഗാന്ധി ഇന്ന് തനിക്ക് സംസാരിക്കാൻ അവസരം നൽകാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നും സഭ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹം തന്നെയാണ് പ്രതിപക്ഷത്തിന് ഉള്ളത് എന്നുമാണ് അറിയിച്ചത്. പ്രധാനമായും ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം അവസരം തേടിയത്. ഇന്ന് ആ വിഷയത്തിൽ അവസരം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി സംസാരിക്കും. അതിന് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മറുപടി
മറുപടിയും ഉണ്ടാകും. അത്തരത്തിൽ ഒരു മറുപടി ഉണ്ടായാൽ കടുത്ത ആരോപണങ്ങൾ തന്നെ രാഹുൽ ഉന്നയിക്കാനാണ് സാധ്യത എന്നതിനാൽ തന്നെ വീണ്ടും ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ല എങ്കിലും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതേസമയം രാജ്യസഭയിൽ ബജറ്റ് സംബന്ധിച്ചുള്ള പൊതുചർച്ച തുടരുകയാണ്. ലോക്സഭയിൽ ബജറ്റ് സംബന്ധിച്ചുള്ള പൊതുചർച്ചയിൽ ആദ്യം പ്രതിപക്ഷ ഭാഗത്ത് നിന്നും സംസാരിക്കാൻ ശശി തരൂർ MP-യാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. അമേരിക്കയും ബംഗ്ലാദേശും തമ്മിൽ വ്യാപാര കരാർ നിലവിൽ വന്നു. ബംഗ്ലാദേശിനുള്ള പകരം തീരുവ 19% കുറച്ചു. അമേരിക്കയിൽ നിർമ്മിച്ച സാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചില തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും നികുതിരഹിത പ്രവേശനവും അനുവദിച്ചു. ബംഗ്ലാദേശിൽ നിന്നുള്ള കയറ്റുമതിക്ക് അമേരിക്ക കഴിഞ്ഞ ഏപ്രിലിൽ 37% വരെ തീരുവ ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ഓഗസ്റ്റിൽ തീരുവ 20% കുറച്ചിരുന്നു. ആഗോള തുണി വിതരണ ശൃംഖലയിൽ ബംഗ്ലാദേശിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ചുവടുവയ്പ്പാണ് കരാറെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് വ്യക്തമാക്കി. വ്യാഴാഴ്ച ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അമേരിക്ക ബംഗ്ലാദേശ് വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. മലപ്പുറം മഞ്ചേരി യൂണിറ്റി വിമൻസ് കോളേജിൽ ആർത്തവകാല ശുചിത്വം, മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗം എന്നിവയെ സംബന്ധിച്ച് ബോധവൽക്കരണം സംഘടിപ്പിച്ചു. മെറാൾഡ ജ്വല്ലേഴ്സ് അമോറ ഹെൽത്ത് ടെക്കിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. ഡെപ്യൂട്ടി കളക്ടർ A. ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. മെറാൾഡ ജ്വല്ലേഴ്സ് അമോറ ഹെൽത്ത് ടെക്കിന്റെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണം നടത്തിയത്. മലബാർ ആശുപത്രിയിലെ ഡോക്ടർ സാമ്രൂദ് ക്ലാസ് എടുത്തു. പരിപാടിയുടെ ഭാഗമായി കോളേജിലെ 1000 വിദ്യാർത്ഥികൾക്ക് മെൻസ്ട്രുവൽ കപ്പുകൾ വിതരണം ചെയ്തു. ഇപ്പോൾ മെറാൾഡ എടുത്തിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം വലിയൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. കാരണം 1000 ലേഡീസിന് 1000 മെൻസ്ട്രുവൽ കപ്പ്. ഒരു കോളേജ് തന്നെ പാഡ് ഫ്രീ കോളേജ് ആവാൻ പോവുക. കാരണം വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ കോളേജിൽ തന്നെ 1700 ലേഡീസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഒരു 1000 ലേഡീസിൻ്റെ വേസ്റ്റ് തന്നെ കുറക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് സോഷ്യൽ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന ഒരു സാധനം തന്നെയാണ്. മെറാൾഡ ജ്വല്ലേഴ്സ് കാലിക്കറ്റ് ഷോറൂം സ്റ്റോർ ഹെഡ് ഫാത്തിമ സനൂബിയ കളത്തിങ്കൽ പരിപാടിക്ക് നേതൃത്വം നൽകി. ഡെപ്യൂട്ടി കളക്ടർ A. ജയശ്രീ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അമോറ ഹെൽത്ത് ഡയറക്ടർമാരായ ചാൾസ് VK, ഷാനിബ പള്ളിയാൽ എന്നിവർ പങ്കെടുത്തു. 24 മലപ്പുറം. ഇന്ന് ഇന്റർനെറ്റ് സുരക്ഷാ ദിനം. ഫെബ്രുവരിയിലെ 2ാമത്തെ ചൊവ്വാഴ്ചയാണ് ഈ ദിനം ആചരിക്കുന്നത്. സുരക്ഷിതമായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനും സ്വകാര്യത സംരക്ഷിക്കുന്നതിനുമുള്ള ബോധവൽക്കരണമാണ് ഈ ദിനം. ഓൺലൈൻ തട്ടിപ്പുകളും വ്യാജ പ്രചാരണങ്ങളും വർദ്ധിച്ചുവരുന്ന കാലത്ത് സുരക്ഷിതമായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനുള്ള ബോധവൽക്കരണം നൽകുകയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം വ്യാപകമായ പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്തത്തോടെ AI ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളും മാറിയ കാലത്തിന്റെ ആവശ്യമാണ്. ഓൺലൈൻ ഇടങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഒന്നിച്ചു പ്രവർത്തിക്കണം. ടുഗെദർ ഫോർ ബെറ്റർ ഇന്റർനെറ്റ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. സാങ്കേതികവിദ്യയുടെ പുരോഗതി നിരവധി നേട്ടങ്ങൾ കൊണ്ടുവരുമ്പോഴും സുരക്ഷിതമായി ഉപയോഗിക്കാനറിയാത്തത് ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ സ്വകാര്യത സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ, സൈബർ സുരക്ഷ, ഓൺലൈൻ ഭീഷണികൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നു. 2004 ആരംഭിച്ച ഈ ക്യാമ്പയിൻ UK സേഫർ ഇന്റർനെറ്റ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് ആഗോളതലത്തിൽ സംഘടിപ്പിക്കുന്നത്. രാജ്യത്ത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം. റിസർച്ച് ഡെസ്ക് 24. കാനഡയ്ക്കെതിരെ കടുപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡ ഒന്റാറിയോയ്ക്കും മിഷിഗണിനുമിടയിൽ നിർമ്മിക്കുന്ന പുതിയ പാലം തുറക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. അമേരിക്കയിലെ ഡിട്രോയിറ്റും കാനഡയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പുതിയ പാലം. വ്യാപാര വിഷയത്തിൽ കാനഡ പതിറ്റാണ്ടുകളായി അമേരിക്കയോട് അന്യായമായാണ് പെരുമാറുന്നതെന്നും അമേരിക്കയ്ക്ക് അതിനുള്ള നഷ്ടപരിഹാരം ലഭിക്കാത്ത പക്ഷം പാലം തുറക്കാൻ അനുവദിക്കില്ല എന്നുമാണ് ട്രംപിന്റെ ഭീഷണി. നെല്ല് സംഭരണത്തിന് സംസ്ഥാനം നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം. കർഷക സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ എതിർത്ത് കേന്ദ്രത്തിന് സംസ്ഥാനം കത്ത് നൽകി. നെൽകർഷകർക്കായി സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന വിഹിതം റദ്ദാക്കണമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് കത്തിച്ചാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കർഷക സംഘം പ്രതിഷേധിച്ചത്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. 2ാം വിള നെല്ല് സംഭരണം ആരംഭിക്കാനിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ നീക്കം കർഷകരുടെ ഭാവിയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയെന്ന് സമരക്കാർ പറഞ്ഞു. നമ്മുടെ പൊതു കിണറുകളിലെ വെള്ളം, പൊതു കുളങ്ങളിലെ വെള്ളം അതെല്ലാം വറ്റാതെ വരണ്ടു പോവാതെ ഈ ഭൂമിയെ സംരക്ഷിക്കുന്ന നെൽകർഷകരെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട്, അധിക്ഷേപിച്ചുകൊണ്ട്, കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് BJPയുടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന നട്ടാൽ കുടിക്കാത്ത ഈ ധിക്കാരം അവരുടെ
അഖില ലോക കച്ചവടത്തിന് വേണ്ടിയുള്ള എന്തുത്തരവാണ്, ഏതു ശാസ്ത്രീയ അടിത്തറയിലാണ് അവർ ഇത് വിവരിക്കുന്നത്? നെല്ലിന്റെ പ്രോത്സാഹന ബോണസ് അവസാനിപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ എതിർത്ത് കേരളം കേന്ദ്രത്തിന് കത്ത് നൽകിയതായി കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചു. ഈ കരാറുകളെയൊക്കെ ഗൗരവതരമായി കാണുന്ന സാമ്പത്തിക വിദഗ്ധന്മാർ ഈ കാര്യത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ആശങ്ക അസ്ഥാനത്താവുകയില്ല. മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ആശങ്കകൾ അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത്. 1 ലക്ഷത്തിനടുത്ത് നെൽകർഷകരാണ് പാലക്കാട് ജില്ലയിലുള്ളത്. 2024-25 വർഷം 2 ലക്ഷം മെട്രിക് ടൺ നെല്ല് പാലക്കാട് നിന്ന് മാത്രം ശേഖരിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ സർക്കുലർ പാലിക്കപ്പെട്ടാൽ പാലക്കാട്ടെ നെൽകർഷകർക്ക് 150 കോടിയിലേറെ രൂപ നഷ്ടമാകുമെന്നാണ് ആശങ്ക. 24 പാലക്കാട്. തൃശൂർ, അരിമ്പൂർ, അന്തിക്കാട് പ്രദേശങ്ങളിലെ 2400-ലധികം ഏക്കർ പ്രദേശത്തെ നെൽകർഷകർ കൃഷിക്കായുള്ള വെള്ളം ലഭിക്കാതെ പ്രതിസന്ധിയിൽ. വെള്ളം നൽകാതെ കർഷകരെ ദുരിതത്തിലാക്കിയ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ വ്യാപക പ്രതിഷേധം. 2 ദിവസത്തിനകം വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാവുക. അരിമ്പൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വിളക്കുമാടം പടവിലെ 300 ഏക്കർ, തോട്ടുപുരയിലെ 100 ഏക്കർ, കൊടയാട്ടിയിലെ 250 ഏക്കർ, അന്തിക്കാട് പഞ്ചായത്തിലെ പടവിൽ 1800 ഏക്കർ എന്നിവിടങ്ങളിലാണ് വെള്ളം കിട്ടാതെ കർഷകർ ദുരിതത്തിലായത്. വിത കഴിഞ്ഞ് 80 ദിവസം കഴിഞ്ഞ പാടശേഖരങ്ങളാണിവ. കൊയ്യാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ 2 ആഴ്ചയിലധികമായി കൃഷിയിടത്തിലേക്ക് വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ്. വെള്ളമില്ലാതെ നെല്ല് വന്ന് കതിര് വന്നിട്ട് ഇപ്പോൾ കരിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ വെള്ളം വേണം. അവർ പറഞ്ഞ് വെള്ളം വിട്ടിരുന്നു പറഞ്ഞിട്ടും ഇവിടെ ഇതുവരെ തുള്ളി വെള്ളം നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പാടവിലേക്ക് വെള്ളത്താതെ കൃഷി നശിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ 2 ദിവസം കൂടി വെള്ളം എത്തിയില്ലെങ്കിൽ ഈ നെല്ല് മുഴുവൻ നമുക്ക് കത്തിച്ചാലുള്ള അവസ്ഥയിലേക്ക് പോകും. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും വളരെയധികം വീഴ്ച തന്നെയാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഇതിന് ഏറ്റവും വീഴ്ച വരുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിധ സഹായവും ഇല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അവരുടെ മറുപടി ഇന്ന് വിട്ടു, വെള്ളം വിട്ടു, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് മാത്രമല്ലാതെ വേറെ ഒരു കാര്യത്തിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലില്ല. തടയണ നിർമ്മാണം കാരണം ചിമ്മിനി ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കിട്ടാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറഞ്ഞു. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടികൾ മാത്രമാണെന്നാണ് പരാതി. ഇത്ര ദിവസമായി കർഷകർ ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് കൃഷി വകുപ്പിന്റെ ടീമോ ഇറിഗേഷന്റെ ഉദ്യോഗസ്ഥരോ ഇതുവരെയായിട്ടും ഈ പ്രദേശത്തേക്ക് പോലും വന്നിട്ടില്ല. ഇത് ശക്തമായ പ്രതിഷേധമാണ് കർഷക സംഘം. കാരണം ഇറിഗേഷൻ ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പോവാണ്. 2 ദിവസത്തിനകം കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശത്തെ കർഷകർ. 24 തൃശൂർ. നടൻ ബിജു മേനോനെതിരെയുള്ള ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ ആരോപണത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യത. സിനിമയുടെ പ്രമോഷന് നടീനടന്മാർ വരാത്തതിനെ സംബന്ധിച്ചുള്ള തുടർ പ്രതികരണങ്ങളും ഉണ്ടായേക്കും. ബിജു മേനോനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് സംവിധായകൻ അനൂപ് കണ്ണൻ. സിനിമയുടെ പ്രമോഷന് ബിജു മേനോൻ കരാർ പ്രകാരം പങ്കെടുക്കാത്തതിനാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ ആരോപണം. പുതുക്കിയ സേവന വേതന കരാർ ഒപ്പിടൽ ചടങ്ങിനിടെയാണ് ബി ഉണ്ണികൃഷ്ണന്റെ പരാമർശം ശരിവെച്ച് സംവിധായകൻ അനൂപ് കണ്ണനും രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൈബർ പോലീസ് നൽകിയ ഹർജി തിരുവനന്തപുരം ACGM കോടതി ഇന്ന് പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിലെ പരാതിക്കാരിയെ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും അധിക്ഷേപിച്ചുവെന്നും ഇത് ജാമ്യവ്യവസ്ഥകളുടെ ലംഘനമെന്നും ചൂണ്ടിക്കാണിച്ചാണ് സൈബർ പോലീസിന്റെ നടപടി. യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ വീഡിയോ പരാമർശങ്ങൾ അതിജീവിതയുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണെന്നും അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ഹർജിയിലെ വാദം. എപ്സ്റ്റീൻ ഫയലുകളിൽ പീറ്റർ മാൻഡൽസിനെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകളെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ രാജിക്കായുള്ള മുറവിളി ശക്തമാകുന്നു. എപ്സ്റ്റീനുമായി ബ്രിട്ടന്റെ മുൻ അമേരിക്കൻ സ്ഥാനപതിയായ പീറ്റർ മാൻഡൽസനുണ്ടായിരുന്ന ബന്ധവും സർക്കാർ രേഖകൾ എപ്സ്റ്റീനുമായി പങ്കുവച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് മാൻഡൽസൺ കഴിഞ്ഞയാഴ്ച ലേബർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. മാൻഡൽസനെ ബ്രിട്ടന്റെ അമേരിക്കൻ അംബാസഡറായി നിയമിച്ചതിൽ പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് കെയർ സ്റ്റാമറുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മാക്സ്യൂനെയും കമ്മ്യൂണിക്കേഷൻസ് മേധാവി ടിം അലനും രാജിവെച്ചിരുന്നു. ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു പോലീസ്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉന്മേഷ്, കഴിഞ്ഞ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറെ വിവാദമുണ്ടായ സംഭവമായിരുന്നു പി.ടി. കുഞ്ഞുമുഹമ്മദ് ലൈംഗികാതിക്രമം നടത്തിയെന്നുള്ള പരാതി. അതിലാണിപ്പോൾ കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കുറ്റപത്രത്തിൽ പറയുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത് ലൈംഗികാതിക്രമം, അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയാണ്. ചലച്ചിത്ര പ്രവർത്തകരടക്കം 6 പേരെ സാക്ഷികളാക്കിയാണ് ഈ കോടതിയിൽ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ വാദം എന്നത് ഇതൊരു വ്യാജ ആരോപണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ കാര്യങ്ങളിൽ ഹോട്ടലിലെ അടക്കം തിരുവനന്തപുരത്തെ ഈ ഹോട്ടലിൽ വെച്ച് കയറി പിടിച്ചെന്നായിരുന്നു ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി എന്ന് പറയുന്നത്. അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം നിർണായകമാവുകയും ഈ 6 പേരുടെ സാക്ഷിമൊഴികളും നിർണായകമായിട്ടുണ്ട്. അങ്ങനെ പി.ടി. കുഞ്ഞുമുഹമ്മദിന് എതിരെയാണ് ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അത് കൂടുതൽ കുരുക്കുമുറുക്കും പി.ടി. കുഞ്ഞുമുഹമ്മദിന് എന്ന കാര്യത്തിലും സംശയമില്ല. മുൻ MLA കൂടിയാണ് പി.ടി. കുഞ്ഞുമുഹമ്മദ്. എന്തായാലും ഈ ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി അത് ശരിവെച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ തലസ്ഥാന നഗരിയിലെ ഒരു ഹോട്ടലിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പരാതി, മേഘന. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകളൊക്കെ ഇതിന്റെ ഭാഗമാണല്ലോ. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്ന കുറ്റപത്രത്തിൽ, മേഘന? ഉന്മേഷ്, അതിൽ പ്രധാനപ്പെട്ട കാര്യം പി.ടി. കുഞ്ഞുമുഹമ്മദ് നിരന്തരം ഈ ആരോപണം തള്ളുകയും അതുപോലെ തന്നെ വ്യാജ പരാതി എന്ന് മാധ്യമങ്ങളുടെ അടക്കം മുന്നിൽ വന്ന് സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ നഗരമധ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഹോട്ടലിൽ ഈ IFFKയുടെ സ്ക്രീനിങ്ങിനിടെ, ഈ ഡോക്യുമെന്ററി സ്ക്രീനിങ്ങിനിടെ കയറി പിടിച്ചു എന്നുള്ളതായിരുന്നു യുവതിയുടെ പരാതി, ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി. അതുകൊണ്ട് തന്നെ അവിടുത്തെ CCTV ദൃശ്യങ്ങളും സുപ്രധാനമായിട്ടുണ്ട്. അതിൽ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഈ സംവിധായക, ചലച്ചിത്ര പ്രവർത്തക ധൃതി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. അത് വലിയ നിർണായകമാവുകയും ചെയ്തിട്ടുണ്ട്. അതടക്കം ഈ തെളിവുകളടക്കം കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംവിധായക തന്നെ നേരത്തെ ഈ സംഭവം ഉണ്ടായി എന്നുള്ള കാര്യം 6 പേരോട്, സഹപ്രവർത്തകരായിട്ടുള്ള 6 പേരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതും മൊഴിയായി രേഖപ്പെടുത്തിക്കൊണ്ട്, അതും തെളിവായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പി.ടി. കുഞ്ഞുമുഹമ്മദിന് എതിരെയുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മേഘന മുരളി. പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ പരാതിയുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിന് സമീപം സിനിമാ താരം മണിയൻപിള്ള രാജു ഓടിച്ച വാഹനമിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടന്റെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് കാത്ത് പോലീസ്. മണിയൻപിള്ള രാജു മദ്യപിച്ചിരുന്നോ എന്നറിയാനുള്ള പരിശോധനയാണ് നടത്തിയത്. ഫലം വന്നതിന് ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക. അതേസമയം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചിറ്റ് നൽകുകയാണ് DCPയുടെ അന്വേഷണ സംഘം. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചിരുന്നുവെന്ന മണിയൻപിള്ള രാജുവിന്റെ അവകാശവാദം തെറ്റാണെന്ന് SHO ഇതിനോടകം മൊഴി നൽകിയിട്ടുണ്ട്. ജോസ് കെ മാണി MP നയിക്കുന്ന LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ ഇടുക്കി ജില്ലയിൽ പര്യടനം തുടരുകയാണ്. രാവിലെ 8:30 സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള വ്യക്തികളുമായി സൗഹൃദ സദസ്സ് നടക്കും. തുടർന്ന് ദേവികുളം, ഇടുക്കി മണ്ഡലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 4 മണിയോടെ തൊടുപുഴയിലെത്തുമ്പോൾ ഇടുക്കി ജില്ലയിലെ പര്യടനം അവസാനിക്കും. വൈകിട്ട് 6 മണിക്ക് കോതമംഗലത്ത് പ്രവേശിക്കുന്നതോടെ എറണാകുളം ജില്ലയിൽ വികസന മുന്നേറ്റ ജാഥയുടെ പര്യടനത്തിന് തുടക്കമാകും. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുകയാണ്.